രാത്രി 11 മണി കഴിഞ്ഞാൽ റാണിക്ക് കണ്ണ് തുറന്നിരിക്കാനാവില്ല. ഉറക്കം വന്നു തുടങ്ങുന്നു. പക്ഷേ ഈ ബാരക് ഭവനത്തിൽ റാണിമാരെ അത്ര വേഗം ഉറങ്ങാൻ അനുവദിക്കാറില്ല ആരും. മിന്നിത്തിളങ്ങുന്ന മാക്സി അല്ലെങ്കിൽ കുർത്ത പൈജാമയോ ബോംബെയിലെ നടികളുടെ മോഡൽ ഡ്രസ് ചെയ്തോ ഉറങ്ങാതിരുന്നോളണം. പിന്നെ അവ അഴിക്കണം. എത്ര തവണ ഇത് അഴിക്കേണ്ടി വന്നു. എത്ര നാളുകളായി ഇത് തുടങ്ങിയിട്ട്. അനാദി അനന്തകാലം മുതൽക്ക് റാണിമാർക്ക് എന്തുകൊണ്ടിങ്ങനെ നഗ്നരാകേണ്ടി വരുന്നു? അതൊന്നും റാണിക്കറിയില്ല. ആർക്കാണറിയുക? വടക്കൻ 24 പർഗാന ജില്ലയിലെ ഈ നഗരം കൽക്കത്തയ്ക്ക് വളരെ അടുത്താണ്. ഈ ബാരക് ഭവനം നഗരത്തിൽ ഒരു പ്രത്യേക സ്ഥലത്താണ്. അവിടേക്ക് കടക്കാനാവും, പുറത്തേക്ക് വരാനാവില്ല. ബാക്കി നഗരമെല്ലാം നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ഈ ബാരക് നല്ലപോലെ ഉണർന്നിരിക്കയാവും. 5 സ്ഥലത്ത് വീഡിയോവിൽ സിനിമ കാണിക്കുന്നുണ്ടാവും, രാത്രി മുഴുവനും. ഈ ബാരക്കിൽ ഒരു പുകവലി സങ്കേതമുണ്ട്, ഡ്രഗിൻ്റെ സങ്കേതവുമുണ്ട്. പിന്നെ റാണിമാരും. ഇത് ഒരു സാമ്രാജ്യമാണ്. ഇവിടെ നിന്നു നിരവധി റവന്യൂ പിരിവുമുണ്ട്. സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ടൈഗറാണ്. ഇവിടെ ചക്രവർത്തി മരിച്ചാൽ ആ ചക്രവർത്തിയുടെ മകൻ തുടർന്ന് ചക്രവർത്തിയാകുന്നില്ല. മറ്റൊരുവൻ അവനേക്കാൾ ശക്തനായി വന്ന് ചക്രവർത്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവൻ്റെ സ്ഥാനം കൈക്കലാക്കുന്നു. ശക്തിശാലിയായി അടുത്ത ചക്രവർത്തിയായി ഉയരുന്നു. കൈയില്ലാത്ത ദീനു ഈ സാമ്രാജ്യം സ്ഥാപിച്ചു കോൺഗ്രസ് ഭരണകാലത്ത്. ദീനുവിനെക്കുറിച്ച് പല കഥകൾ ഇപ്പോഴും കേൾക്കാനുണ്ട്. നേതാജി ദിനത്തിൽ ചേരിയിലെ കുട്ടികളെയെല്ലാം നിരത്തി നിർത്തി മിലിറ്ററി മാർച്ച് ചെയ്യിക്കാറുണ്ട്. മോട്ടോർ സൈക്കിളും അംബാസിഡറും ഉണ്ടായിട്ടും സ്വയം സൈക്കിൾ റിക്ഷയിലാണ് സഞ്ചാരം. ബാരക് ഭവനം അയാളുടെയാണ്, പെൺപിള്ളേരുടെ യജമാനനും. എന്നാലും ഛബിയെ അയാൾ വിട്ടയക്കുകയാണ് ഉണ്ടായത്. റാണിമാർ ഇടയ്ക്കിടയ്ക്ക് ചെറിയമ്മയുടെ ചുറ്റുമിരുന്ന് സംസാരിക്കും. റാണിക്ക് ഛബിയുടെ കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഛബി പുതുതായി വന്ന പെൺകുട്ടി. ജോലിയിൽ നിയുക്തയായിട്ടില്ല ഇനിയും. ഛബിയുടെ ശരീരത്തിന് വയലിൻ്റെ മണമുണ്ടായിരുന്നു. അവൾ എപ്പോഴും കരച്ചിലും പിഴിച്ചിലുമായി ബഹളം കൂട്ടിക്കൊണ്ടിരുന്നു. അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? അതൊരത്ഭുതകരമായ കഥയാണ്. എന്താണുണ്ടായത്? ദീനു അന്നൊക്കെ രാത്രി 10 മണിയായാൽ ചെറിയമ്മയുടെ മുറിയിൽ മദ്യപാനത്തിനായി വന്നിരിക്കും. രാത്രി മുഴുവനും ഒരിക്കലും അവിടെ തന്നെ ചിലവഴിക്കാറില്ല. എത്ര വൈകിയാലും തിരിച്ചു പോകും. ടൗണിൽ തന്നെയാണ് വീട്, റെയിൽ ലൈനിന് അപ്പുറം. ടൗണിലുള്ള സമയമാണെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. പൈതൃകമായി കിട്ടിയ വീടുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്, മകനുമുണ്ട്. ദീനു ബോഡിഗാർഡിനെ വെച്ചിരുന്നു. വെക്കുക തന്നെ വേണം. ഒരു ഇറാനിയായിരുന്നു ദീനുവിൻ്റെ ബോഡിഗാർഡ്. അന്നും എന്നത്തെയും പോലെ മദ്യപാനത്തിനു ശേഷം രാത്രി 11 മണിക്ക് ദീനു പുറത്തിറങ്ങി. ഛബി പതിവുകാരനെ പറഞ്ഞയച്ച ശേഷം കതകിനരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ദീനു പോകുന്ന സമയത്ത് ഷൂസ് ഛബിയുടെ ശരീരത്തിൽ കൊണ്ടു. ഉടനെ ചോദിച്ചു, ആരാ മോളെ ഇത്? കണ്ടില്ല, അറിയാതെ കൊണ്ടതാണ്. ചെറിയമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആരെയാണ് മോളെ എന്ന് വിളിക്കുന്നത് ബാബു? അത് ഛബിയാണ്, ചാമ്പ പേടക്കാരി പെണ്ണ്. വൈശാഖത്തിൽ അവളു കാരണം എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകാൻ പുറപ്പെടുന്ന ആ വികൃതി പെണ്ണ്. ഛബി നിന്ന് വിറയ്ക്കുകയാണ്. ദീനു ബാബു എന്ന പേരു കേട്ടാൽ ഭയമാണ്. ദീനുവിൻ്റെ ഒരു ഗർജനം കേട്ടാൽ പ്രസവിക്കാറായ സ്ത്രീ ദിവസത്തിനു മുമ്പേ പ്രസവിക്കുമത്രേ. മനുഷ്യരെ പിടിച്ചു നിർത്തി ചേംബർ ആരംഭിക്കും. ഛബി നിന്നു വിറയ്ക്കുകയാണ്. കണ്ണുകളിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. 2-3 പ്രാവശ്യം തലകുലുക്കി തല ശരിയാക്കാൻ ശ്രമിച്ചു ദീനു. അന്ന് ദീനുവിന് വളരെ നല്ല ദിവസമായിരുന്നു. ഒരു വാശിക്ക് ലക്ഷറി ടാക്സിയുടെ ഗരാജ് വാങ്ങിച്ചു വച്ചിരുന്നത് ഇന്ന് നല്ല ലാഭത്തിന് വിറ്റുവത്രേ. മനസ്സിന് നല്ല സുഖമുള്ള ദിവസം. ദീനു പറഞ്ഞു, മോളെ എന്ന് വിളിച്ചു. നാവിന്മേൽ മോളെ എന്ന വാക്ക് എങ്ങനെ വന്നു? തീർച്ചയായും ദേവിയുടെ ഇച്ഛ തന്നെ. പൂജയ്ക്ക് മുൻപ് ഞാൻ വളരെ മനസ്സ് നൊന്ത് അമ്മയെ ദേവി എന്ന് വിളിച്ചിരുന്നു. ഈ ദീനുവിന് ആരുമില്ല അമ്മേ. ഈ ദീനു ഭാഗ്യം കെട്ടവനാണ്, വംശത്തിൻ്റെ മുഖത്ത് കരുതേച്ചവനാണ്. ദേവി എത്ര കഷ്ടപ്പെട്ടു വേണം മുകളിലെത്താനെന്ന് അമ്മ കാണുന്നുണ്ടല്ലോ. ദേവി എൻ്റെ പൂജ സ്വീകരിക്കൂ, പൂജ സ്വീകരിക്കൂ എന്ന് കരഞ്ഞ് കരഞ്ഞ് താണു തൊഴുന്നു.
പൂവുകൊണ്ട് പൂജിക്കുന്നു. ദൈവകൃപ കൊണ്ടല്ലാതെ ഇങ്ങനെ വരില്ല. സ്വന്തം അമ്മ തൻ്റെ ദുഷിച്ച മകൻ്റെ മുഖം കാണില്ല എന്നു പറഞ്ഞ് മൂത്ത മകനായ സുപുത്രൻ്റെ കൂടെ താമസിക്കുന്നു. ആ മകൻ്റെ ഭാര്യയുടെ ചവിട്ട് കൊള്ളുന്നു. ഇതേവരെ അമ്മയെ കാണാൻ പോയില്ല. മനസ്സിലെ ദുഃഖവും വേദനയും മനസ്സിൽ വെച്ച് കഴിയുന്നു. മനസ്സുകൊണ്ട് എപ്പോഴും അമ്മേ അമ്മേ എന്ന് വിളിക്കും. എൻ്റെ വായിൽ നിന്ന് ഇത്ര വലിയ വാക്ക് പുറത്തു വന്നു. എന്താ പറഞ്ഞേ? ഓടിപ്പോയിട്ടുണ്ടെന്നോ? അതെ ബാബു, 2 പ്രാവശ്യം. ആവട്ടെ, മോളെ എന്ന വാക്കിൻ്റെ മഹിമ നിങ്ങൾ എങ്ങനെ അറിയും തള്ളേ? വീട് വിട്ട് വന്ന് ഈ ലൈനിലെത്തി. ഇപ്പോൾ ഇവിടുത്തെ ചെറിയമ്മയായി. മാ എന്ന് ദേവിയെ വിളിക്കാം, പിന്നെ മകളെയും. ഞാൻ അവളെ മകളെ എന്ന് വിളിച്ച സ്ഥിതിക്ക് അവളെ പറഞ്ഞയക്കാം. ഛബി കൂടുതൽ വിതുമ്പിക്കരഞ്ഞു. പറഞ്ഞയക്കയോ? എവിടെ പോകും? വിഷപ്പല്ല് പിഴുതു കളഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു. കുറേശ്ശെ പറഞ്ഞതു കേട്ട് വഴിക്ക് വരികയായിരുന്നു. ഒന്ന് മിണ്ടാതിരിക്കൂ. എവിടെ പോകും? അച്ഛനും അമ്മയും തിരിച്ചെടുക്കുമോ? അത് അവരറിയേണ്ട കാര്യം. നോക്ക്, നിന്നെ വിടാം. നാളെ നിന്നെ വണ്ടി കയറ്റി തരാം. പോലീസിനും കൂട്ടത്തിനും ഒന്നും പോകാൻ വിചാരിക്കരുത്. ദീനു വാസ്തവത്തിൽ അങ്ങനെ തന്നെ ചെയ്തു. ഛബിയെ പറഞ്ഞയച്ചു. ഉടനെ തന്നെ ഒരു നിയമവും നിലവിൽ വരുത്തി. ദീനു ബാബു വരികയും പോവുകയും ചെയ്യുന്ന സമയത്ത് ആരും കതകിനരികിലോ പുറത്തോ നിൽക്കാൻ പാടില്ല. ഇനിയും കാലിൽ തട്ടി എന്ന് വരാം. ഇനിയും ആരെയെങ്കിലും മോളെ എന്ന് വിളിച്ചു പോയേക്കാം. അങ്ങനെ വിളിച്ചാൽ ആ പെൺകുട്ടിയെ പറഞ്ഞയക്കാതെ പറ്റില്ല. പറഞ്ഞയക്കുക തന്നെ വേണം. അങ്ങനെ വിളിച്ച ശേഷം ആ പെൺകുട്ടിയുടെ ദേഹം വിറ്റ് പണം സമ്പാദിക്കുക എന്നത് മഹാപാപമാണ്. മാ, അതെ, ആ വാക്കിൻ്റെ മഹിമ വളരെ വലുതാണ്. ഇത്തരം അപകടം ഒരിക്കലാകാം. വീണ്ടും വീണ്ടുമായാൽ വ്യവസായം അടച്ചു പൂട്ടേണ്ടി വരും. ചെറിയമ്മ പറഞ്ഞു. അതല്ല മോനെ, ഇതൊരു വ്യവസായം തന്നെയല്ലേ. അതിന് നഷ്ടം വരില്ലേ? ശരിക്കും പറഞ്ഞു വിടുമെന്നോ? ഞാൻ തന്നെ കൂടെ പോയി സിയാൽദയ്ക്കുള്ള ടിക്കറ്റ് വാങ്ങിക്കൊടുത്ത് വണ്ടി കയറ്റി വന്നില്ലേ? പിന്നെ എന്തുണ്ടായി? ആർക്കറിയാം. വെറ്റിലക്കടയിലെ വിലാസ് പറഞ്ഞു കേട്ടു അങ്ങാടിയുടെ ഫുട്പാത്തിലിരുന്ന് കക്കിരിയും പഴവും വിൽക്കുന്നത് കണ്ടു എന്ന്. ആരെയാണ് കണ്ടത് എന്ന് എങ്ങനെ പറയാം? പോണമെന്ന് എല്ലാവരും പറയും. എത്ര പേർ പോകും? എവിടേക്ക് പോകാൻ? അച്ഛനമ്മമാർ വീട്ടിൽ കയറ്റുമോ? കല്യാണം കഴിയുമോ? കഴിഞ്ഞാലും അധികം പേരും ഈ ലൈനിലേക്കു തന്നെ പിന്നീടെത്തും. എല്ലായിടത്തും ദല്ലാളന്മാർ കറങ്ങുന്നില്ലേ? അവർ പിടിച്ചുകൊണ്ടുപോയി ഈ ലൈനിലാക്കി വിടും. എന്നിട്ട് പിന്നെ എന്താ? ഭാഗ്യമുണ്ടെങ്കിൽ എന്നെപ്പോലെ ചെറിയമ്മയായി ഇരിക്കാം. അല്ലെങ്കിൽ തുലഞ്ഞതു തന്നെ. പോ, ഉറങ്ങാൻ പോ. എനിക്കും ഒന്നുറങ്ങണം. നിനക്ക് എന്താ ചിന്ത? ശരീരമുള്ളിടത്തോളം ഒരു ചിന്തയുമില്ല. കംറേസ് കോൺഗ്രസ് ഉണ്ടായിരുന്നിടത്തോളം കാലം ദീനുവിന് നല്ല കാലമായിരുന്നു. ബോംബുണ്ടാക്കുമ്പോൾ ഇടതു കൈ പോയി. ആസ്പത്രിയിൽ ദീനുവിനെ കാണാൻ നേതാക്കന്മാർ വന്നിരുന്നു. ദീനു ബാബു എന്ന് വിളിച്ചല്ലേ വർത്തമാനം പറഞ്ഞിരുന്നത്. പോലീസിലെ വലിയ വലിയ ആഫീസർമാർ ദീനുവിന് പണികൾ കൊടുക്കാറുണ്ട്. അതിനാൽ ദീനുവിനെ പിടിച്ചുവെക്കാനാവില്ല. കോൺഗ്രസ് പോയി, ദീനുവും പോയി. ദീനുവിനെ വെട്ടിമാറ്റിയത് തപൻ. ദീനുവായാലും തപനായാലും മറ്റാരായാലും അവർ അവരുടെ കാലഘട്ടത്തിൻ്റെ റിക്രൂട്ടാണ്. കാലവും ചരിത്രവും അവരെ റിക്രൂട്ട് ചെയ്യുന്നു. യുദ്ധകാലത്ത് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുപോലെ യുദ്ധവും ചരിത്രം സൃഷ്ടിക്കുന്നവയാണല്ലോ. ചരിത്രം യുദ്ധത്തെയും ഒരുക്കുന്നു. പശ്ചിമബംഗത്തിൽ ഒരു കാലത്തെ ഗോപാൽ പാണ്ഡെയുടെ കാലം തൊട്ട് ഇക്കഴിഞ്ഞ കാലത്തെ രമേൻ മണ്ഡൽ വരെ, പിന്നെ ഇന്നുവരെ അതാതു കാലത്തെ രാഷ്ട്രീയമാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ കയ്യിൽ ആയുധം കൊടുക്കുന്നു. ഇക്കാലത്ത് ഇവരുടെ ആവശ്യം വളരെയധികം കൂടിയിരിക്കുന്നു. രാഷ്ട്രീയം സമൂഹ വിരോധികളെ നിയന്ത്രിക്കുന്നില്ല. രാഷ്ട്രീയക്കാരും കുറ്റവാളികളും പരസ്പരം കൈകോർത്തു പോകുകയാണ്. ഇരുകൂട്ടർക്കും പരസ്പരം നല്ലപോലെ അറിയാം. ഭാരതത്തിൽ വളരെയേറെ മണ്ഡലങ്ങൾ ഇവരുടെ അധികാരത്തിലാണ്. സാമൂഹ്യ വിരുദ്ധർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. ജനങ്ങളുടെ നേതാവാകുന്നു. ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നത് കണക്കിലെടുക്കുകയില്ല. അതാരും എഴുതിവെക്കാറുമില്ല. പലപ്പോഴും രാഷ്ട്രീയം ഇവരെ നിയന്ത്രിക്കാറുള്ളപ്പോൾ കാലമെന്ന ചരിത്ര രചയിതാവ് ഇവരുടെ കയ്യിലെടുത്തു കൊടുത്തിരുന്നത് കത്തിയും റിവോൾവറുമാണ്, പിസ്റ്റളും ബോംബുമാണ്. ഇപ്പോഴാണെങ്കിലോ ആഗ്നേയാസ്ത്രങ്ങളും കൂടുതൽ വിനാശശക്തിയുള്ള ബോംബുകളും. എന്നുവച്ച് പഴയകാലത്തെ കത്തിയും കഠാരികളും വേണ്ടെന്ന് വെച്ചിട്ടില്ല.
നിശബ്ദനായ ഘാതകനെന്ന നിലക്ക് കത്തികൾ ധാരാളം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുമില്ല. തപൻ അവൻ്റെ സമയത്തിൻ്റെ റിക്രൂട്ടായിരുന്നു. നക്സൽ തരംഗത്തിൽ ഒരു വലിയ വിഭാഗം യുവാക്കൾ ആവേശഭരിതരായി ഇറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ മഹാനഗരങ്ങളിൽ മാത്രമല്ല മറ്റു പലയിടത്തും നക്സൽ യുവാക്കളുടെ ചോര കൊണ്ട് രക്തോത്സവമുണ്ടായി. അതിനുശേഷം 1972 കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് തന്നെ ജോലിയില്ലായ്മയും വിശ്വാസമില്ലായ്മയും നിരാശയും നഗരത്തിനെ ഒഴുക്കിക്കളയാതിരിക്കുമ്പോൾ അർദ്ധശിക്ഷിതരും അശിക്ഷിതരും ഒരുവിധം പഠിപ്പുള്ളവരും അടങ്ങിയ അരാജകത്വത്തിൽ കഴിയുന്ന യുവസമൂഹത്തിൽ നിന്ന് ഏതാനും ഘാതകരെ വാർത്തെടുത്തു കഴിഞ്ഞിരുന്നു. വളരെയധികം പേർ സാമൂഹ്യദ്രോഹികളായി മാറി. പോലീസിൻ്റെ ശത്രുക്കളല്ല, മിത്രങ്ങളായി തീർന്നു. എല്ലാം വിലപേശലിൽ. പോലീസ് പണം വാങ്ങി ഇവർക്ക് ജീവിതവും മാന്യതയും. മനുഷ്യനെന്ന പേരിൽ ജീവിക്കാനുള്ള അധികാരവും പകരം കിട്ടി. സ്വയം മനുഷ്യരല്ലാതായി. 1972 75 ജയിലിലും പുറത്തുമുള്ളപ്പോൾ കോൺഗ്രസ് സർക്കാരും പോലീസും ഒറ്റയടിക്ക് അനേകം അർദ്ധശിക്ഷിതരും ട്രിഗർ ഹാപ്പിയുമായ യുവാക്കളെ റിക്രൂട്ട് ചെയ്തു. ഇവരാണ് കോങ്സാൽ. കോൺഗ്രസ് സർക്കാരിൻ്റെ ആൾ മുഖത്ത് നക്സൽവാദി. നക്സലുകളുടെ കൂട്ടത്തിൽ ഇവർ ധാരാളം കടന്നുകൂടി. ഇഷ്ടം പോലെ നിർദോഷികളായവരെ കൊല്ലാനുള്ള നിർദ്ദേശമാണ് അവർക്ക് കൊടുത്തിരുന്നത്. കൊലകൾക്കു പിന്നിൽ ഒരു തെളിവുമുണ്ടാകരുത്. നക്സലുകളുടെ പണിയാണിവയെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഇത് തുടർന്നാൽ നക്സൽവാദികളിൽ മനുഷ്യർക്കുള്ള ബഹുമാനം ഇല്ലാതാകും. അവർ നിർദയരായ കൊലയാളികൾ മാത്രമാണെന്ന് അറിയപ്പെടുകയും ചെയ്യും. ഇനിയും ഒരു നിർദ്ദേശമുണ്ടായി. നിങ്ങളെയും നക്സൽവാദികളായി കണക്കാക്കി അറസ്റ്റ് ചെയ്യുക. അവരുടെ കൂടെ ഒരേ ജയിലിൽ നിങ്ങളും കിടക്കണം. അവിടെ കിടക്കുമ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി അഭിനയിച്ച് അവരിൽ നിന്ന് എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുക്കണം. ജയിൽ ഭേദനത്തിൻ്റെ ആസൂത്രണങ്ങളെപ്പറ്റി അറിയണം. ആര് എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന രഹസ്യങ്ങളും മനസ്സിലാക്കണം. തപൻ കോൺഗ്രസിലാണ്. ജയിലിൽ നക്സലുകളെയൊക്കെ അടിച്ച് പദം വരുത്തിയാലും കോങ്സാലുകളുടെ മേൽ ലാത്തി വീഴുകയേയില്ല. നക്സലുകൾക്ക് കോങ്സാലുകളെ തിരിച്ചറിയാൻ ഒരു വിഷമവുമില്ലായിരുന്നു. അവർ കോങ്സാലുകളെ ഒട്ടും വിലവെച്ചില്ല. അതിനാൽ ജയിലിനുള്ളിൽ കോങ്സാലുകൾ കുറച്ചു വിച്ഛിന്നരെ പോലെയായി. 77 പുറത്തുവന്ന കോങ്സാലുകളെ അവരുടെ വിശ്വസ്ത സേവനത്തിൻ്റെ സമ്മാനമായി പലയിടത്തുമായി തിരുകിക്കയറ്റി. ആർക്കെന്തു യോഗ്യതയുണ്ടോ അതനുസരിച്ച് അവർക്ക് ജോലി കിട്ടി. ഒരു കൈ മുഴുവനുമില്ലാതെ ജനിച്ച ഛാനു രാഷ്ട്രീയം കളിക്കാൻ പോയിട്ട് പോലീസിൻ്റെ ലാത്തി കൊണ്ടിട്ടാണ് ഈ അവസ്ഥ എന്ന് അവൻ എല്ലാവരെയും ഇല്ലാത്ത കൈ കാണിച്ചു പറയുമായിരുന്നു. പിന്നീട് ഇക്കഥ എല്ലായിടത്തും വില പോകുന്നില്ല എന്ന് തോന്നി തുടങ്ങിയപ്പോൾ അത് പറയാതായി. ജയിലിൽ നിന്ന് നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വന്ന ശേഷം കോഴിയെ വെട്ടിവിൽക്കുന്ന പണിയാണ് എല്ലാവരും കണ്ടത്. തപൻ മറ്റൊരു തരമാണ്. മുഖം സുന്ദരം, ചിരിയും സുന്ദരം. ദക്ഷനായ നൈഫർ എന്ന പേരിൽ പ്രശസ്തി. ജയിലിൽ പോയത് നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച്. നേതാക്കന്മാർ തന്നെ തപനെ ടൗണിൽ വെച്ച് മലയൻ്റെ കൂടെ കൂട്ടിക്കൊടുത്തു. മലയൻ ദീനുവിൻ്റെ കക്ഷിയിൽപ്പെട്ടവനാണ്. വാറ്റുചാരായം വിൽക്കുന്ന ഒരു പണി മാത്രം അവന് കൊടുത്തതിൽ അതൃപ്തനായി കഴിയുന്നു. ചൂഷിതനും വഞ്ചിതനുമാണെന്ന് തന്നെപ്പറ്റി വിചാരം. ഇത് താഴ്ന്ന വർഗക്കാരോടുള്ള വെറുപ്പാണ്. ദീനു ഗാംഗുലി ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനും കായസ്ഥർക്കും നല്ല ഷെയർ കൊടുക്കുന്നു. താൻ റുയിദാസ് ആണ്, SC. തനിക്കെന്തിന് തരണം? എന്നാലും ജീവൻ പന്താടി ബോംബ് പ്രയോഗിക്കാറുണ്ട് മലയൻ. അന്ന് പഞ്ചാബ് സിംഗുമായി ഏറ്റുമുട്ടിയത് തപൻ കണ്ടില്ലേ? തപന് കാര്യം മനസ്സിലായി. മലയനെ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കാൻ വിഷമമുണ്ടാവില്ല. മലയൻ പറഞ്ഞു. അതുമല്ല ദീനുബാബു, ഏറെ നാളായി ഈ ലൈനിൽ. 10 കൊല്ലം കഴിഞ്ഞു. ഇനി എത്ര? പെൻഷനായി പോവട്ടെ. ഇപ്പോൾ നമ്മുടെ കാലമാണ്. പണിയൊപ്പിക്കുവാൻ ആരാ? എനിക്ക് കഴിയും. ഇല്ല, നിനക്കാവില്ല. ഇറാനി ഫൈറ്ററാണ്. ചേംബർ കൊണ്ടു നടത്തുന്നതുകൊണ്ടോ? അല്ല, ഇറാനി ഡേഞ്ചറസ് ആണ്. അപ്പോൾ സ്വയം ചെയ്യാമെന്നാണോ വിചാരം? നീ വരുന്നു, ചായക്കടയിൽ ഇരിക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. ശരി, പക്ഷേ ഏരിയ ദീനുബാബുവിൻ്റേതാണ്, അത് മറക്കരുത്. പൊളിറ്റിക്സ് ചെയ്തിട്ടുണ്ടോ? ചമ്പകൻ ചെയ്തിരുന്നു, നക്സലുമായിരുന്നു. വെറുതെ ഓരോന്ന് പറയാതിരിക്കുമലയാ. ചമ്പകൻ എൻ്റെ കൂടെ പഠിച്ചവനാണ്. ഹേ, അവൻ നക്സലാണ്, നീ കോങ്സാലായി.
തപന്റെ കണ്ണുകൾ നൃത്തം വയ്ക്കാൻ തുടങ്ങി. കൈ പോക്കറ്റിലേക്ക് നീങ്ങുകയാണ്. മലയന്റെ വയറ് നെടുനീളത്തിൽ കീറുകയെന്നത് ഏറ്റവും എളുപ്പത്തിലെത്താവുന്ന സമാധാനമാണ്. പക്ഷേ അതൊരു സമാധാനമാവില്ല എന്നതും തപന് നല്ലപോലെ അറിയാം. തൻ്റേതായ ഒരു സംഘമില്ലാത്തവർക്ക് സമാധാനം അത്ര എളുപ്പമല്ല. അന്യന്റെ ആയുധത്തിനു മുമ്പിൽ തൻ്റെ മാറ് കാണിച്ചു കൊടുക്കുന്ന പണിയാവും ഇതുകൊണ്ട് താൻ നേടുക. അത്തരം ഒരു വിഡ്ഢിയല്ല തപൻ. തപൻ പലരിൽ ഒരുവൻ മാത്രം, സമയത്തിൻ്റെ റിക്രൂട്ട്. ഭവാനി ബാബു തപനെ കനക് മൊജുംദാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. IPS കനക് മൊജുംദാർ നല്ല കഴിവും ചുറുചുറുക്കുമുള്ള ആളാണ്. നക്സലുകളുടെ ഉന്മൂലനാശം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വളരെയേറെ ചെറുപ്പക്കാരെ എന്നേക്കുമായി കാണാതാക്കുന്നതിൽ സഫലത നേടി. എന്തു ചെയ്യണമെന്നതിൻ്റെ പ്ലാനും പാടിയും അയാൾ തപനെ മനസ്സിലാക്കി കൊടുത്തു. പ്ലാനിൻ്റെയൊന്നും ആവശ്യം വന്നില്ല. ചമ്പകൻ്റെ കൂടെ തപനും ഒരേ ജയിലിലായിരുന്നു. എന്നാൽ ചമ്പകൻ ആ പരിചയം നിരാകരിച്ചു. തപനത് വേദനയുണ്ടാക്കി. ചമ്പകൻ അന്ന് പറയുകയുണ്ടായി, "ഞാനറിയുന്ന തപൻ നീയല്ല, ഫോട്ടോയാണ്." ചമ്പകനും മറ്റും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ഒരുമിച്ച് പാട്ടുപാടാറുണ്ട്. വാർഡനെ അനുസരിക്കാറില്ല. തടവുകാർക്ക് കിട്ടുന്ന ഭക്ഷണത്തെപ്പറ്റിയും ചികിത്സയെപ്പറ്റിയും എതിർത്ത് സംസാരിക്കാറുണ്ട്. മറ്റ് തടവുകാർ ചമ്പകനെ മാനിച്ചിരുന്നു. അത്യന്തം ദുഃഖത്തോടെ പറയാറുണ്ട്, "എന്തു കാര്യമുണ്ടായി? വെറുതെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് വല്ല ലാഭവുമുണ്ടായോ?" തപനോട് അത്ര സ്നേഹത്തിൽ ആരും ഇതേവരെ സംസാരിച്ചിട്ടില്ല. ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ചമ്പകൻ ഈ നഗരത്തിലെ പ്രസ് ജോലിക്കാരുടെ യൂണിയൻ സംഘടിപ്പിച്ചു. നഗരത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പയ്യനാണ് ചമ്പകൻ. പക്ഷേ നക്സൽ യൂണിയൻ്റെ ഈ നല്ല കാലം ഭവാനി ബാബുവിന് ഇഷ്ടപ്പെട്ടില്ല. ചമ്പകൻ അങ്ങനെ അജ്ഞാതരായ ഏതോ ഘാതകരുടെ കൈകളാൽ വധിക്കപ്പെട്ടു. തപൻ ഇന്ന് കാര്യം മനസ്സിലായി. ദീനുവിൻ്റെ പണി തന്നെ. മലയനും അങ്ങനെയൊന്ന് സൂചിപ്പിച്ചിരുന്നു. തപൻ്റെ നഗരത്തിലേക്കുള്ള വരവ് ദീനുവിൽ സംശയമുണർത്തി. ഭവാനി ബാബു തപനോട് പറഞ്ഞു, "ദീനുവിനെ ഞാൻ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അറിയാം. നിന്നെയും ഞാൻ തന്നെ ലൈനിൽ കൊണ്ടുവരും. ബോർഡർ ടൗൺ. ബിസിനസ് അധികമായി വരുന്നു. റവന്യൂ മാസം 10 ലക്ഷമായി ഉയരും." എന്നോട് എന്താണ് പറഞ്ഞു വരുന്നത്? ഇറാനിയോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അവന് ദീനുവിനെയല്ലാതെ മറ്റാരെയും പരിചയമില്ല. അതൊരു പ്ലസ് ക്വാളിറ്റി ഭവാനി ചേട്ടാ. അവനെ വിശ്വസിക്കാം. ദീനു ബാബുവിനെ അവൻ ഒരിക്കലും ചതിക്കില്ല. ശരി തന്നെ. ഇറാനി ദീനുവിനെ അല്ലാതെ മറ്റാരെയും അനുസരിക്കില്ല. മലയൻ വേണമെങ്കിൽ സമ്മതിക്കും. മലയൻ, ചിന്ന, ബാദൽ. പക്ഷേ അവരെ വിശ്വസിക്കാമോ? ദീനുവിനെ ചതിക്കുന്നവർ എന്നെയും ചതിക്കില്ലേ? ഭവാനി ബാബുവിൻ്റെ ഒരു കണ്ണ് ഗ്ലാസ് കൊണ്ടുള്ളതാണത്രേ. ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. 2 കണ്ണുകളും ഭാവലേശമില്ലാത്തവയാണ്. തനിക്കല്ല്. ഭവാനി ബാബു രാജാവല്ല. പക്ഷേ രാജാവിനെ ഉണ്ടാക്കും. സിംഹാസനത്തിൽ ഇരുത്തിക്കും. രാജാവിനെ വീഴ്ത്തും. ടൗൺഷിപ്പിൽ ചണക്കമ്പനിയുണ്ട്. റെയിൽ യാർഡിൽ വർക്ക്ഷോപ്പുണ്ട്. വിശാലമായ ചേരികളുണ്ട്. ഭവാനി ബാബുവും ടൗണിലെ ആൾ തന്നെ. ചുഴിഞ്ഞു നോക്കിയാൽ ദീനുവുമായി എന്തെങ്കിലും ബന്ധവും കാണും. ഭവാനി ബാബുവിൻ്റെ മുൻ തലമുറക്കാർ ഗംഗാതീരത്ത് വേദവും പുരാണവും വായിച്ച് കഴിഞ്ഞവരാണ്. ഭവാനി ബാബുവിൻ്റെ വംശത്തിൽ തന്നെയാണത്രേ അവസാനമായി സതി അനുഷ്ഠിച്ചത്. ഗംഗയുടെ തീരത്തെ സതി ഘാട്ട് എന്നോ ഇല്ലാതായി. നദി അവിടെ നിന്ന് നീങ്ങി മറ്റു വഴിക്ക് ഒഴുകാൻ തുടങ്ങി. ഇപ്പോൾ അവിടെ ഇഷ്ടിക ചൂളയുണ്ട്. ഭവാനി ബാബുവിൻ്റെ അച്ഛൻ രജനി ബാബു ഗാന്ധി ഭക്തനായിരുന്നു. പഴയ കോൺഗ്രസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ മക്കൾ അതേ വഴിയിൽ കൂടി തന്നെ വന്ന് കോൺഗ്രസ് ശിബിരങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 മക്കളും കൽക്കത്തയിൽ സുപ്രതിഷ്ഠിതരായ വക്കീലന്മാരാണ്. അവർ ഈ ടൗണിലേക്ക് വരാറേയില്ല. കാരണം ഭവാനി ബാബു തന്നെ. ഭവാനി ബാബു പഠിച്ചിട്ടില്ല. യൗവനത്തിലേക്ക് കാലെടുത്തു വച്ചയുടൻ തൊഴിലാളികളുടെ ചേരികളിൽ കള്ളുഷാപ്പ് തുറന്നു. പിന്നീട് ചണക്കമ്പനി കൊള്ളയടിച്ച് പണമെല്ലാം എടുത്തു നാടുവിട്ടു. രജനി ബാബു ആ മകനെ ത്യാജ്യപുത്രനായി ഘോഷിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛൻ മരിച്ച ശേഷം ഭവാനി ബാബു ടൗണിലേക്ക് തിരിച്ചു വന്നു. ചണക്കമ്പനിയിൽ കോൺഗ്രസ് യൂണിയൻ സ്ഥാപിച്ചു. പിന്നെ വാറ്റുചാരായക്കടയും ചൂതുകളിയും നടത്തി. യുവവാഹിനി എന്ന പേരിൽ തെണ്ടികളുടെയും ഗുണ്ടകളുടെയും ഒരു സൈന്യമുണ്ടാക്കി. ഈ അക്രമികൾക്ക് ഒരു വഴികാട്ടിയായി നിന്ന ഭവാനി ബാബുവിൻ്റെ കഴിവ് അത്യധികം വർദ്ധിച്ചു. ഭവാനി ബാബുവിൻ്റെ സഹായം കൂടാതെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പോലും അസാധ്യമായി.
ഇങ്ങനെയുള്ള ഭവാനി ബാബുവിൻ്റെ വിവാഹം കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിൽ കൊലയാളിയായാലും ലംബടനായാലും കരിഞ്ചന്തക്കാരനായാലും എല്ലാ പുരുഷന്മാരുടെയും വിവാഹം നടക്കും. ഭവാനി ബാബുവിന് ഭാര്യയെ ശ്രദ്ധിക്കാൻ നേരമുണ്ടായിരുന്നില്ല. ഭാര്യയാണെങ്കിൽ നല്ല ശൗര്യമുള്ളവൾ. രണ്ടുപേരും കൂടിയുള്ള വഴക്ക് പലരും കേട്ടിട്ടുണ്ട്. അതേസമയത്ത് ബാരക് ഭവനത്തിലുണ്ടായിരുന്ന ചെറിയമ്മയുമായി ഭവാനി ബാബുവിൻ്റെ അടുപ്പം അധികരിച്ചു വന്നു. ഇക്കാര്യത്തിൽ ഭവാനി ബാബുവിൻ്റെ ഭാര്യയ്ക്ക് കടുത്ത എതിർപ്പ്. ആ സ്ത്രീ തീയിൽപ്പെട്ട് പൊള്ളലേറ്റു മരിച്ചു. ഇതൊരു അപകട മരണമല്ല എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. എന്തുകൊണ്ടെന്നാൽ എന്നും സന്ധ്യയ്ക്ക് ഈ സ്ത്രീ കാളീമണ്ഡപത്തിലെ പൂജയ്ക്ക് എത്താറുള്ളതാണ്. എന്നിട്ട് അടുത്ത ദിവസം അതിരാവിലെയുണ്ട് കേൾക്കുന്നു, രാത്രി 11 മണിക്ക് സ്റ്റൗ കത്തിച്ച് ഭക്ഷണം ചൂടാക്കുന്നേരം അവർ പൊള്ളലേറ്റ് കത്തിയെരിഞ്ഞ് മരിച്ചു എന്ന്. പുലരും മുമ്പേ ശവദാഹവും കഴിഞ്ഞു. പോലീസും വന്നില്ല. കേസ് അന്വേഷണവും ഉണ്ടായില്ല. ചെവിക്കും ചെവി പലതും പറഞ്ഞു പരന്നു. ഓരോരുത്തരും ഇഷ്ടമുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നു. ആളുകൾ എന്താണ് പറയുന്നത്? ഭാര്യയെ തീവെച്ചു കൊല്ലലൊന്നും മുമ്പ് ഇത്രയ്ക്കുണ്ടായിരുന്നില്ല. ഭവാനി ബാബുവാണ് വഴി കാണിച്ചത് എന്ന്. ഭവാനി ബാബു ഇതൊക്കെ കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? ആർക്കറിയാം. പിന്നീട് വേറെ വിവാഹമൊന്നും കഴിച്ചില്ല. ഏതാനും മാസങ്ങൾ തീർത്ഥാടനം ചെയ്ത് നടന്നുവത്രേ. തിരിച്ചു വന്നത് പുതിയൊരു രൂപത്തിൽ. പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോകുന്നു. വീട്ടിൽ തന്നെ ആപ്പീസ് തുടങ്ങി. പുതിയ യുവശക്തി അത്യാവശ്യമാണെന്ന് വിശ്വസിച്ച് ആക്രമികളുടെ സൈന്യം വീണ്ടും ഒരുക്കി. ഇപ്പോൾ ട്രേഡ് യൂണിയന്റെ ഉപദേഷ്ടാവായി. ഫാക്ടറി മിൽ തൊഴിലാളികൾ, സർക്കാരിൻ്റെ ലേബർ ഓഫീസർമാർ, കമ്പനി ഉടമസ്ഥന്മാർ എന്നിങ്ങനെയുള്ളവരുടെ ത്രികക്ഷി സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി തർക്ക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെ ക്രമേണ ടൗണിലെ ശക്തിമാനായ കൺട്രോളറായി ഉയർന്നു. പോരെ, ഭവാനി ബാബു തപനെ പറഞ്ഞു മനസ്സിലാക്കി. ദീനുവിന് രാഷ്ട്രീയം അറിയില്ല, അടിപിടി മാത്രമറിയാം. പക്ഷേ നാട്ടിലിപ്പോൾ പുതിയ സർക്കാർ, അവർക്ക് രാഷ്ട്രീയം അറിയാം. ജനങ്ങൾ ഇവർക്ക് വോട്ട് കൊടുത്ത് അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നമ്മൾ അറിഞ്ഞു നടക്കണം. ഏറെ നാളായി നമ്മൾ ഇവരെ അടിച്ചമർത്തി വെക്കുന്നു, അടിപിടി നടത്തുന്നു. ഇനി അതൊന്നും സാധ്യമാവില്ല. ഇവരാണ് നമ്മളെ വിട്ടുപോയത് ഭവാനി ചേട്ടാ. പോവും പോവും എന്നും നിൽക്കാനാണോ ഇവർ വന്നിരിക്കുന്നത്? താങ്കളെല്ലാം ഉണ്ടായിരുന്നല്ലോ. തെറ്റ് പറ്റി, ഇനി തിരുത്താനാകുമോ? ആൻറ്റി പീപ്പിൾ പണികൾ ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഖേദിക്കുന്നു. ദീനുവിനെ പോലെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധനെ. തപന് മനസ്സിലായി. ഒരുവനെ സാമൂഹ്യ വിരോധിയായി തയ്യാറാക്കിയെടുക്കുക, എന്നിട്ട് അവനെ ഉപയോഗിക്കുക. അവനെ കൊണ്ടുള്ള പണി തീർന്നാൽ അവനെ തട്ടിക്കളയുക, മറ്റൊരുവനെ അതേപോലെ വളർത്തിയെടുക്കുക. ഈ കളിയിൽ ജയിക്കണമെങ്കിൽ ഭവാനി ബാബുവിനെ പോലെയുള്ള രാജനീതി നടത്തുന്നവരെ തടുത്തു നിൽക്കാൻ തക്ക ശക്തിയുണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് അത്തരക്കാരെയാണ് ആവശ്യം. അവരും ആവശ്യം അധികമായി വരേണ്ടിവരുന്ന നില ഉണ്ടാക്കി അവരുടെ ആവശ്യം അധികമായി വേണ്ടിവരുന്ന നില ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പൊസിഷനിലെത്തും. ഇനിയും ആ ദിവസം വന്നിട്ടില്ല. ഇല്ല, വന്നെത്തിയിട്ടില്ല. തപൻ പറഞ്ഞു. ദീനു ബാബുവിന് ഒരു ചാൻസ് കൊടുക്കയില്ലേ? തപൻ മനസ്സിൽ പറഞ്ഞു. ദീനു ബാബുവിൽ നിന്ന് ഭവാനി ബാബുവിന് വളരെയേറെ സർവീസ് ലഭിച്ചിട്ടുണ്ട്. എന്താ നീ പറയുന്നത്? ഭ്രാന്തുണ്ടോ? കാശെല്ലാം കൊണ്ട് എവിടെയെങ്കിലും കടന്നു കളഞ്ഞാലോ? ദീനു പോവില്ല. എന്നാലും ഭവാനി ബാബു ഒരു കൈ മറ്റേ കൈയിൽ അടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇപ്പോൾ പുതിയ സർക്കാരാണ്. പുതിയ രീതിയിൽ നടക്കണം. പേരിൽ നിന്ന് കോൺഗ്രസിൻ്റെ അടയാളം തന്നെ നീക്കണം. ദീനുവിൻ്റെ ബുദ്ധിയിൽ അത് കടക്കുമോ? ദീനു കോൺഗ്രസ് ഗുണ്ടയാണ്. അവനൊരു ചാൻസ് കൊടുക്കേണ്ടതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ നാടകത്തിലും സിനിമയിലും. നീ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ? അതൊക്കെയാണ് നിന്റെ തലയ്ക്കകത്ത്. ഞാൻ അത്രയൊക്കെ പുസ്തകങ്ങൾ എവിടുന്ന് വായിക്കാൻ? നിനക്ക് എല്ലാം കണ്ടറിഞ്ഞ് നടക്കണം. അല്ലെങ്കിൽ വേറെ തപനെ ഈ ഭവാനി ബാബു കൊണ്ടുവരും. ഈ തപനെ വേണ്ടെന്ന് വയ്ക്കും. ഭവാനി ബാബു നിമിഷം കൊണ്ട് വഴിമാറും. അത് തപന് മനസ്സിലാവുന്നുണ്ട്.